ശ്രീരാമന്റെ ദുഃഖം ശമിപ്പിച്ച മണ്ണെന്ന ഐതിഹ്യമുള്ള നാടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം. കർക്കിടക മാസത്തിലെ കൊടും പേമാരിയിൽ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഭരതശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിന് അയോധ്യയുടെ ഭാവമാണ്. കർക്കിടകം പിറന്നതോടെ രാമപുരത്തിന്റെ പ്രഭാതങ്ങൾക്ക് വൈകുണ്ഠത്തിന്റെ ചൈതന്യമാണ്. നാലമ്പല ദർശന സൗഹൃദം തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും രാമപുരത്തേക്ക് ഭക്തജനങ്ങൾ പ്രവഹിക്കുകയാണ്. ത്രേയായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത ശത്രുഘ്നന്മാർ കുടിയിരിക്കുന്ന 4 ക്ഷേത്രങ്ങൾ നാലമ്പലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. രാമപുരം പഞ്ചായത്തിൽ രാമപുരം, കൂടപ്പുലം, അമനകര, മേതിരി എന്നീ സ്ഥലങ്ങളിൽ യഥാക്രമം ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പ്രതിഷ്ഠകൾ ഉള്ളതായ ഈ ക്ഷേത്രങ്ങൾ സാക്ഷാൽ ഒരു വൈകുണ്ഠം പോലെ തന്നെ 3 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. തപാശ്ചര്യമുള്ള യോഗീശ്വരന്മാർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ ഇതേപോലുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ വളരെ വിരളമാണ്. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ്. അതിനാൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ സാധിക്കും. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഈ സൗകര്യം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രശസ്തിയേറുന്നത്. രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും, അമനകര ശ്രീ ഭരത ക്ഷേത്രത്തിലും, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാവുന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനും മുൻജന്മ ദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താന ലഭ്യക്കും അത്യുത്തമമാണെന്നാണ് പൂർവിക വിശ്വാസം. ക്ഷേത്രങ്ങളുടെയും നിർമ്മാണത്തിലും ആചാര അനുഷ്ഠാനത്തിലും സമാനതകളേറെയാണ്. 4 ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രവും ശ്രീരാമക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഭക്ത ഹനുമാന്റെ ക്ഷേത്രവും ഉണ്ടെന്നുള്ളത് പ്രത്യേകതയാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ വഴിപാടുകൾക്കുമുണ്ട് സവിശേഷതകൾ. ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം, ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം, ശ്രീ ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം, ശ്രീ ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകൾ.